കേരളത്തിൽ അടുത്ത കൊല്ലം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രാരംഭ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇടയിൽ ഏറെ ആകാംക്ഷയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏത് ദിശയിലേക്ക് നാം തിരിഞ്ഞാലും ഏത് മുന്നണി വിജയം കൈവരിക്കുമെന്നതിനെ കുറിച്ച് തീക്ഷ്ണമായ സംവാദം ഇപ്പോൾ ദൃശ്യമാണ്. ഇത് തന്നെയാണ് ഗ്രൗണ്ട് സീറോയെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ സർവേ നടത്തുവാൻ വേണ്ടി പ്രേരിപ്പിച്ചതും. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ സാഹചര്യ കണക്ക് വെച്ച് ഫലങ്ങൾ എന്താകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന UDF 42.1%, CPM നയിക്കുന്ന ഇടതുമുന്നണിക്ക് 31.8%, BJP നയിക്കുന്ന NDAക്ക് 14%, നോട്ട ഉൾപ്പെടെ മറ്റുള്ളവർക്ക് 12% ലഭിക്കുമെന്നാണ് സൂചന. 14 ജില്ലകളിലായി 140 നിയോജക മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. നമ്മുടെ ഈ യാത്ര കാസർഗോഡിൽ നിന്ന് ആരംഭിക്കാം. ആ വടക്കൻ ജില്ലയിൽ 5 മണ്ഡലങ്ങളാണ് ആകെയുള്ളത്. ഇതിൽ 2021 LDFന് 3 സീറ്റാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അവർക്ക് 1 സീറ്റ് നഷ്ടപ്പെട്ട് 2 സീറ്റ് ലഭിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതനുസരിച്ച് UDFന് 3 സീറ്റായിരിക്കും ലഭിക്കുക. കണ്ണൂരിലെ സ്ഥിതി 2021 താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെ വ്യത്യസ്തമായിരിക്കും. 2021 ആകെയുള്ള 11 സീറ്റിൽ കേവലം 2 സീറ്റ് മാത്രമാണ് UDFന് ലഭിച്ചത്. എന്നാൽ അടുത്ത കൊല്ലം UDFന് 5 സീറ്റിന്റെ വർധനവുണ്ടാകുമെന്നാണ് നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൂന്ന് സീറ്റുള്ള വയനാട്ടിൽ UDFന് പൂർണ്ണ വിജയം നേടും. ഇതിപ്പോൾ LDFന്റെ പക്കലുള്ള മാനന്തവാടി മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ടാകും UDF തങ്ങളുടെ ക്ലീൻ സ്വീപ്പ് പൂർണ്ണമാക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ UDFന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2 സീറ്റ് മാത്രം നേടിയ ഈ മുന്നണി അവരുടെ നില വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുമെന്ന സൂചനയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതനുസരിച്ച് ആകെയുള്ള 13-ൽ UDFന് 7 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അയൽവക്കത്തുള്ള മലപ്പുറത്തും സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ഈ ജില്ലയിൽ UDF തരംഗം പൂർണ്ണമായിരിക്കും. ആകെയുള്ള 16 സീറ്റിൽ 14 എന്നതിൽ UDF വിജയം കൊയ്യുമ്പോൾ കേവലം 2 സീറ്റിന് LDF തൃപ്തിപ്പെടേണ്ടി വരും. പാലക്കാട് ജില്ലയിൽ LDFന് ഏറെ തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യമാണ് ഇന്ന് നിലകൊള്ളുന്നത്. 12 സീറ്റുള്ള ഈ ജില്ലയിൽ LDFന് 7ഉം UDFന് 5 സീറ്റും ലഭിക്കാനാണ് സാധ്യത. ലെ LDF വിജയം പൂർണ്ണമാക്കിയത് തൃശൂർ ജില്ലയാണ്. ഇവിടെയും LDFന് അടുത്ത കൊല്ലം നഷ്ടത്തിന്റെ കണക്ക് പുസ്തകം തുറക്കേണ്ടി വരും. നമ്മുടെ ഈ സർവേ പ്രകാരം തൃശൂർ ജില്ലയിലുള്ള 13 സീറ്റിൽ 7 എണ്ണം UDFനും 6 സീറ്റ് LDFനും ലഭിക്കും. UDFന് ഏറെ വളക്കൂറുള്ള എറണാകുളം അവർക്ക് മികച്ച വിജയം തന്നെ നൽകുമെന്നാണ് ഗ്രൗണ്ട് സീറോ സർവേകൾ പ്രവചിക്കുന്നത്. ഈ ജില്ലയിലുള്ള 14 സീറ്റ് കോൺഗ്രസ് മുന്നണി 11 സീറ്റ് നേടുമ്പോൾ LDFന് 3 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. തൊട്ടടുത്ത ജില്ലയായ ഇടുക്കിയിൽ നിലവിലുള്ള ഘടകങ്ങൾ UDFന് അനുകൂലമാണ്. ഇവിടെ ആകെയുള്ള 5 സീറ്റിൽ 3 സീറ്റ് UDFനും 2 എണ്ണം LDFനും ലഭിക്കുമെന്നാണ് നിലവിലുള്ള സാഹചര്യ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ തങ്ങൾ 2021 നേരിട്ട തിരിച്ചടികളുടെ കണക്ക് തീർത്താവും UDF മുന്നേറുന്നത്. വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDFന് 6 സീറ്റിൽ വിജയിക്കുമ്പോൾ LDF 3 സീറ്റ് മാത്രമാകും ലഭിക്കുക. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തങ്ങളിൽ നിന്ന് വിട്ടുപോയതിനാൽ 2021 UDFന് ഏറെ നഷ്ടം കോട്ടയത്ത് സഹിച്ചിരുന്നു. അതിനാൽ ഇക്കുറി അതെല്ലാം ഒരു പഴങ്കഥയാക്കി കോട്ടയം ജില്ലയിൽ തങ്ങളുടെ ആധിപത്യം പുനഃസ്ഥാപിക്കുന്ന ഒരു ജനവിധിയാകും ഉണ്ടാകുന്നത്. ഇവിടെ UDFന് 6 മണ്ഡലങ്ങളിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നിട്ട് നിൽക്കുന്നത്. LDF ആകട്ടെ 3-ലും. കോട്ടയം പോലെ തങ്ങളുടെ നഷ്ടപ്രതാപം UDF പുനഃസ്ഥാപിക്കുന്ന മറ്റൊരു ജില്ല പത്തനംതിട്ടയായിരിക്കും. കഴിഞ്ഞ തവണ ഈ ജില്ലയിലുള്ള ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാത്ത UDF ഇക്കുറി 5-ൽ 3 സീറ്റ് നേടി വെന്നിക്കൊടി പാറിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇത് LDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ നഷ്ടമായിരിക്കും സമ്മാനിക്കുക. LDFന് നമ്മുടെ കണക്കുകൾ പ്രകാരം പത്തനംതിട്ടയിൽ 2 സീറ്റ് മാത്രമേ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ.
കൊല്ലം ജില്ലയിൽ കാലാകാലമായി LDF അനുഭവിച്ചു വരുന്ന പ്രമാണിത്വത്തിന് ഒരു കടുത്ത വെല്ലുവിളിയാകും UDF അടുത്ത കൊല്ലം ഉയർത്തുക. 11 മണ്ഡലങ്ങളുള്ള ഈ ജില്ലയിൽ LDFന് 6 സീറ്റ് ലഭിക്കുമ്പോൾ 5 സീറ്റുകൾ UDF പിടിച്ചെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ UDFന് ലഭിച്ചത് കേവലം 1 സീറ്റ് മാത്രമായിരുന്നു. എന്നാൽ അടുത്ത കൊല്ലം ഇവിടെയും സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടാകുമെന്ന് വേണം കരുതാൻ. നിലവിൽ കൈവശമുള്ള കോവളത്തിന് പുറമെ 5 സീറ്റ് UDFന് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. തലസ്ഥാന നഗരിയായിരിക്കെ 2ാം വട്ടവും BJPക്ക് അസംബ്ലിയിലേക്ക് കടക്കുവാനുള്ള സാധ്യത നൽകുന്നത്. അങ്ങനെ വന്നാൽ LDFന് ഇവിടെ ഒരു സീറ്റ് മാത്രമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഗ്രൗണ്ട് സീറോ സർവേ ഫലങ്ങൾ പ്രകാരം UDFന് 84 സീറ്റും LDFന് 55ഉം NDAക്ക് 1 സീറ്റുമായിരിക്കും ലഭിക്കുക. ഇനിയുള്ള മാസങ്ങളിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇത്തരം സർവേകൾ തുടർന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്താമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.